നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള 20 നിയോജക മണ്ഡലങ്ങൾ. ആ നിയോജക മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിൻ്റെ സർവ്വപ്രതീക്ഷയും. ആ നിയോജക മണ്ഡലങ്ങൾ CPM-ൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ 2026-ൽ UDF-ന് അധികാരത്തിലെത്താം. ആ ഒരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞ മാസം വരെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ആഹ്ലാദത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. മധ്യ തെക്കൻ കേരളത്തിലെ ഈ 20 നിയോജക മണ്ഡലങ്ങൾ CPM-ൻ്റെ കയ്യിൽ നിന്നും തങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കുമെന്നും അതുവഴി 75-80 സീറ്റോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നുമായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത്, അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് കാറ്റ് മാറി വീശിയത്. രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിനെ പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടെങ്കിലും അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് NSSൻ്റെ നിലപാടും അയ്യപ്പ സംഘവുമായിരുന്നു. NSSന് താരതമ്യേന ശക്തിയുള്ളതാണ് ഈ മണ്ഡലങ്ങൾ. അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ NSS വോട്ടുകൾ, നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ, അതിനുശേഷം ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ, ഈ രണ്ട് സമുദായങ്ങളുടെയും വോട്ടുകൾ അതീവ നിർണായകമാണ്. ഈ സമുദായങ്ങളിലെ വോട്ടുകൾ ഒരുമിച്ച് ആർക്ക് വീഴുന്നുവോ അവർ അവിടെ വിജയിക്കും. കഴിഞ്ഞ തവണ ഈ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് സമുദായങ്ങളിലെ വോട്ടുകൾ രണ്ടായിട്ടാണ് വീണത്. നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ BJP-ക്ക് പോയി, ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ CPM-നും പോയി. അങ്ങനെ വന്നപ്പോൾ അവിടെ CPM വിജയിച്ചു. എന്നാൽ ഇത്തവണ അതുണ്ടാകില്ലെന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. നായർ സമുദായത്തിലെയും ഈഴവ സമുദായത്തിലെയും വലിയൊരു വിഭാഗം വോട്ടുകൾ തങ്ങൾക്ക് വീഴുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. എന്നാൽ NSSൻ്റെ നിലപാടും അയ്യപ്പ സംഗമവും മറ്റു കാര്യങ്ങളുമെല്ലാം, പ്രത്യേകിച്ച് അമൃതാനന്ദമയ്യെ പോയി സജി ചെറിയാൻ കണ്ടതുമെല്ലാം, സജി ചെറിയാൻ മത്സരിക്കുന്ന ചെങ്ങന്നൂർ ഈ പറയുന്ന 20 സീറ്റിലൊന്നാണ്. ചെങ്ങന്നൂർ സീറ്റ് പിടിച്ചെടുക്കാനുള്ള എല്ലാ നീക്കവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടടിയെന്നോണം സജി ചെറിയാൻ പോയി മാതാ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിക്കുന്നതും അവർക്ക് ഉമ്മ കൊടുക്കുന്നതുമല്ല. ഇത് വലിയൊരു തലവേദന എന്ന് പറഞ്ഞ പോലെ വലിയൊരു ചിന്താക്കുഴപ്പവും പ്രതിസന്ധിയും ആഘാതവും കോൺഗ്രസിനുണ്ടാക്കി. ചെങ്ങന്നൂർ അടക്കമുള്ള, അതല്ലെങ്കിൽ നെയ്യാറ്റിൻകര അടക്കമുള്ള, പാറശാല അടക്കമുള്ള സീറ്റുകൾ, ഈ സീറ്റുകൾ പിടിച്ചെടുത്താൽ ഭരണം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോഴുണ്ടായ ഈ പരിസ്ഥിതികൾ, NSS നിലപാട്, അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയ്യയുടെ 25 UN പ്രസംഗിച്ചതിൻ്റെ വാർഷികം സർക്കാർ തലത്തിൽ ആഘോഷിക്കുന്നത്, സർക്കാർ മന്ത്രിമാർ അവിടെ ചെന്ന് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നത്, ഇതെല്ലാം ഒത്തുചേർന്ന ഒരു ഹൈന്ദവ വികാരം പൊതുവെ CPM-ന് അനുകൂലമായി ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള ഒരു അവസ്ഥ സംജാതമായപ്പോൾ കോൺഗ്രസിൻ്റെ പിടിവിട്ടുപോയി. ഇനി എന്തു ചെയ്യണമെന്ന് യാതൊരു എത്തും പിടിയുമില്ല. കാരണം കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര, അരുവിക്കര, ഇത്തരം സീറ്റുകൾ, ഇത്തരം മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ, CPM-ൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു 2026-ലെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു കോൺഗ്രസിന്. കഴിഞ്ഞ മാസം വരെ, എന്ന് വെച്ചാൽ ഈ ഓണം കഴിഞ്ഞ അവസ്ഥ വരെ കോൺഗ്രസ് നേതാക്കളെല്ലാം അവരുടെ നല്ല മികച്ച സ്ഥാനാർത്ഥികളെ, ചെങ്ങന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടുവയ്ക്കുകയും അവരോട് മത്സരിക്കാനും അവിടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സജീവമാകാനും ഒക്കെ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന അവസ്ഥയിലാണ്. ആ സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ ഇങ്ങനെ ഒരു സാധനം വന്നു വീഴുന്നത്. ഇതോടുകൂടി ഈ 20 സീറ്റിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ആകെ വിഷണ്ണരായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത, ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥ. ഈ 20 സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ കോൺഗ്രസിനും UDF-നും ഭരണത്തിൽ വരിക അസാധ്യം തന്നെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ 20 സീറ്റുകളെ കേന്ദ്രീകരിച്ചാണ് പിണറായി വിജയൻ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ മുഴുവൻ നടത്തുന്നതെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. NSSനെ തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നത് പോലും ഈ 20 സീറ്റിലെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളെ അട്ടിമറിക്കാൻ തന്നെയായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് അത് നന്നായി അറിയാം. പക്ഷേ എങ്ങനെ NSS നേതൃത്വത്തെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. PJ കുര്യനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ചെന്ന് കണ്ടെങ്കിലും സുകുമാരൻ നായർ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. ഇനി രാഹുൽ ഗാന്ധിയെ തന്നെ രംഗത്തിറക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനാകട്ടെ ഒരു കാരണവശാലും ഒരു കോൺഗ്രസ് നേതാവും തൻ്റെ അടുത്തേക്കേ വരണ്ട എന്നുള്ള ഒരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കളോട്. ഒരു കാരണവശാലും തന്നെ കാണാൻ വരണ്ട രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴെന്താണ് പ്രശ്നം? ഇനി എന്ത് ചെയ്യണം? 20 സീറ്റിൽ ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. 20 സീറ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ കോൺഗ്രസിന് മൂന്നാം ഭരണമില്ല. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ ഈ 20 സീറ്റ് വിധി നിർണായകമായ സീറ്റാണ്. ആ സീറ്റിൽ
സീറ്റ് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തീർന്നു 2026 കാര്യം. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ് ഉഴലുകയാണ്. അക്ഷരാർത്ഥത്തിൽ പിണറായി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും മുക്തരാകാൻ ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20 സീറ്റിൽ ഇനി എന്ത് ചെയ്യണമെന്നുണ്ട് അസ്തപ്രജ്ഞരായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളതെന്നാണ് അതിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ രാഹുൽ ഗാന്ധിയെ തന്നെ രംഗത്തിറക്കി ആ 20 സീറ്റുകളിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പരിപാടിയുമായി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുകയാണ്.